ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വേറെ എന്തെങ്കിലും കുക്ക് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ഇവിടെ മാഗി ഇരിപ്പുണ്ടായിരുന്നു. എനിക്കത് ഓർമ്മയില്ല ഞാൻ മാഗി വാങ്ങി വെച്ച കാര്യം. പിന്നെ ഞാൻ എപ്പം എന്ത് പണിയെടുക്കാൻ വന്നാലും എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പാത്രമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിമുട്ടി കളിക്കും. ഇത് ഞാൻ ഇതിന് മുന്നേ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങി വെച്ചതാണ്. എന്തെങ്കിലും ആവശ്യം വരുമെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. മാഗി ഉണ്ടാക്കാൻ പിന്നെ പ്രത്യേകിച്ചിട്ട് ഒരു റെസിപ്പിന്റെ ആവശ്യമില്ലല്ലോ. എല്ലാ ബിഗിനേഴ്സിനും സത്യം പറഞ്ഞാൽ ഇതൊരു മാതൃകയാണ്. മാഗീന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ വിശന്ന് വലഞ്ഞിരിക്കുന്ന സമയത്ത് ഇതിനൊരു ബിരിയാണീന്റെ എഫക്റ്റ് തരാൻ വേണ്ടി പറ്റൂട്ടോ. കാരണം ഈ ഹോസ്റ്റൽസ് PGയില് അങ്ങനെയൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അവര് ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ പോലും വേറെ ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല മാഗി എന്നല്ലാതെ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, മാഗി കുറച്ച് ചീപ്പാണ്, റേറ്റ് കുറവാണ്, നന്നായിട്ട് വിശപ്പ് മാറും, അതുപോലെ തന്നെ ഈസി ടു കുക്കാണ്. മീൻസ് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ മാഗീനെ ചില സമയങ്ങളിൽ ഞാൻ ദൈവദൂതനെ പോലെ കാണാറുണ്ട്. ഈ മാഗി എന്ന് പറയുന്ന സാധനം ഭയങ്കര അൺഹെൽത്തി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു വർഷത്തിൽ കൂടുതലായി ഇപ്പൊ കഴിച്ചിട്ട്. പിന്നെ വിശപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടാക്കിയ പ്രശ്നമാണ്. പക്ഷെ മാഗീൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ, നമുക്ക് വേറെ എവിടെയും കിട്ടില്ല.